വെൽക്കം ടു ദ തായ്ലൻഡ് സീരീസ്. ആസ് പ്രോമിസ്ഡ് റീൽസിൽ മാത്രം ഒതുക്കാതെ ഡീറ്റെയിൽ വീഡിയോ തന്നെ ഞങ്ങൾ ഇറക്കുകയാണ് ഞങ്ങളുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ. ഈ 10 ദിവസത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ ഗ്ലിംസസ് എന്തായാലും കണ്ടല്ലോ, ഇനി കുറച്ചുകൂടി വിശദമായി കാണാം. ബാംഗ്ലൂർ എയർപോർട്ടിലെ ടെർമിനൽ 2 അതായത് T2 എന്നായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. പാതിരാത്രിക്കായിരുന്നു ശരിക്കും ഫ്ലൈറ്റ്. ഒരു 1 hour കൂടി ഡിലേ ആയിട്ട് ഒരു അറൗണ്ട് 1:30 എങ്ങാണ്ടാണ് ഞങ്ങൾ ഫ്ലൈ ചെയ്തത് തായ്ലൻഡിലേക്ക്. ഞങ്ങളുടെ ലഗേജ് എന്ന് പറയാൻ ബാക്ക് പാക്സ് മാത്രമായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും ഓരോ ബാക്ക് പാക്ക്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മീൻവൈൽ T2ൻ്റെ ഉള്ളിൽ ചെയ്തേക്കുന്ന ആ ഇൻറ്റീരിയേഴ്സും ആ ഒരു ബ്യൂട്ടി കണ്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് നിന്നു കേട്ടോ. ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എയർപോർട്ടൊക്കെ ഒന്ന് കറങ്ങി കാണാനായിട്ട് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. തായ്ലൻഡിൽ ഞങ്ങൾ 3 മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ ചിലപ്പോൾ ഫെറിയിലൊക്കെ കയറേണ്ടി വരും. അപ്പോൾ തായ്ലൻഡിൽ ഓൾറെഡി കൃഷ്ണ നേരത്തെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയായിരുന്നു അത് ഡോഗ്സിലൊക്കെ ചെല്ലുമ്പോൾ സൂട്ട് കേസൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ബാക്ക് പാക്കിൽ തന്നെ ഒതുക്കിയത്. സോ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ആദ്യം ഞങ്ങൾ ക്രാബിയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് പിന്നീട് ഫിഫിയിലേക്കും പിന്നെ ഫുക്കറ്റ് വഴി ബാങ്കോക്കിലേക്കും ആയിരുന്നു പ്ലാൻ. പക്ഷേ ക്രാബിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ബാങ്കോക്കിൽ നിന്ന് ലേ ഓവറിന് ശേഷം ആയിരുന്നു ക്രാബിയിലേക്ക് വേറെ ഫ്ലൈറ്റ് എടുക്കേണ്ടിയിരുന്നത്. എന്തായാലും ഫ്ലൈറ്റിൽ ഞങ്ങൾ 3 പേരും ഇരുന്ന് ഉറങ്ങി. ഏകദേശം ഒരു 3-4 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റായിരുന്നു ബാങ്കോക്കിലേക്ക്. എന്തായാലും എഴുന്നേറ്റപ്പോൾ ഈ ഒരു വ്യൂ ആണ് കണ്ടത്. ഈ ഹൊറൈസൻ്റെ വ്യൂ എന്ത് ഭംഗിയായിരുന്നു വരുമ്പോൾ ഫ്ലൈറ്റിൽ കൂടെ കാണാനായിട്ട്. ബാങ്കോക്ക് എയർപോർട്ടിലെത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ക്രാബിയിലേക്കുള്ള നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുത്തത്. എൻ്റെയും മോൻ്റെയും ഇത് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ തായ് ലയൺ എയറിൻ്റെ ഫ്ലൈറ്റിലാണ് അങ്ങോട്ട് പോയത്. ഇതാണ് തായ്ലൻഡിലെ ഡോൺ മുയങ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇങ്ങനത്തെ കുറേ സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു എയർപോർട്ടിനുള്ളിൽ. ഞങ്ങൾ പല എയർപോർട്ടിലും കണ്ടായിരുന്നു തായ്ലൻഡിലെ തന്നെ നല്ല നല്ല ബേക്കറി പ്രോഡക്റ്റ്സ് ഒക്കെ. ഞാനൊരു ബേക്കറും കൂടി ആയതുകൊണ്ട് ഞാനതെല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കിടക്കണമെന്ന് ഞങ്ങൾ വന്ന പ്ലെയിൻ ആയിരുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തായ്ലൻഡിൽ നിന്ന് കഴിച്ച വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു. അത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അത് ഞങ്ങൾക്ക് ക്രാബിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റിന് വേണ്ടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് കഴിച്ചതാണ്. അവരുടെ മിക്സ്ഡ് ബെറീസ് ജ്യൂസും സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈസ് പിന്നെ വിയറ്റ്നമീസ് കോഫി ആൻഡ് ദ മെയിൻ ഹൈലൈറ്റ് വാസ് ദിസ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബൗൾ. അത് അടിപൊളിയായിരുന്നു. അത് മെയിനായിട്ടൊരു മ്യൂസ്ലി ബൗൾ തന്നെയായിരുന്നു. എനിവേസ് ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ ക്രാബിയിൽ ലാൻഡ് ചെയ്ത സീനാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ സെയിൽസ് പീപ്പിൾ നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ നമുക്ക് ഏതിടത്തേക്കാണ് പോകേണ്ടതെന്നുള്ള കാര്യത്തിന് വേണ്ടി അറിയാനും അതിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ റെഡിയാക്കി തരാനും. ഇപ്പോൾ പ്രൈവറ്റ് ടാക്സി വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ വാൻ വേണമെങ്കിൽ അത്. അപ്പോൾ അതിലൊരു 10-12 പേരൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ. ആൻഡ് ദേ വുഡ് ചാർജ് പെർ പേഴ്സൺ എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു വാനാണ് എടുത്തത്. വാൻ എന്ന് പറഞ്ഞാൽ നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വാനാണ് ആക്ച്വലി. ഉള്ളിൽ AC തന്നെയാണ്, പുറത്ത് നല്ല ചൂടായതുകൊണ്ട് AC ഉള്ള വാൻ തന്നെയായിരുന്നു നല്ലത് അവിടെ. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് അവർക്ക് കുറേ ഡ്രോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഉള്ളൊരു ഡ്രോപ്പായിരുന്നു ഞങ്ങളുടെയും. ഞങ്ങൾ പോയത് ക്രാബി ഹെറിറ്റേജ് ഹോട്ടലിലേക്കാണ്. അപ്പോൾ അവിടെ അവർ നമുക്ക് ഡ്രോപ്പ് ചെയ്തു തന്നു. ഇതൊക്കെ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ്. പക്ഷേ ഏറ്റവും നല്ല കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടുത്തെ റോഡ്സാണ്. എന്ത് നല്ല റോഡ്സ് പറയുമ്പോൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും അതൊക്കെ. ക്രാബി ഹെറിറ്റേജ് ഹോട്ടൽ, ഇവിടെയാണ് ഞങ്ങൾ ക്രാബിയിൽ താമസിച്ചത്. നല്ല റൂമായിരുന്നു കേട്ടോ ഇവരുടെ. സോ ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ തന്ന് ഞങ്ങളെ വെൽക്കം ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് എ വെരി സ്മൂത്ത് പ്രോസസ്സ്. ആകെ ഒരു 5-10 മിനിറ്റ്സ് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. ഞങ്ങൾ ആക്ച്വലി
നേരത്തെ എത്തി. ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിനേക്കാളും നേരത്തെ എത്തിയായിരുന്നു. എന്നിട്ടും ദേ അക്കോമഡേറ്റഡ് അസ്. തായ്ലൻഡിൽ പോയിട്ട് 7-Eleven കയറി ഇറങ്ങലായിരുന്നു ഞങ്ങളുടെ പണി. ഇറ്റ്സ് എ കൺവീനിയൻറ്റ് സ്റ്റോർ. പക്ഷേ അവിടെ ഇങ്ങനത്തെ കുറേ നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഫുഡീസ് ആയതുകൊണ്ട് മോൻ അത്രയും ഫുഡിയല്ല, ഇത്തിരി ഫസ്സിയാണ്. പക്ഷേ എന്നാൽ പോലും ഞങ്ങൾ ഇത്തിരി ഫുഡി ആയിട്ടുള്ളൊരു ഗ്യാങ്ങാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതെങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ബേക്കറും കൂടി ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രീഗ്ഡ് ആയിരുന്നു. എന്തൊക്കെയാണ് അവിടെ കിട്ടണത്, എങ്ങനത്തെയൊക്കെയാണ് കിട്ടണതെന്ന്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ റീൽസും ഷോർട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട് തന്നെ. ഇവിടുത്തെ ഒരു ചീസ് ടോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഒരു ഡെയിലി സ്റ്റേപ്പിൾ പോലെ ആയിപ്പോയി. എന്നും ഒരു ചീസ് ടോസ്റ്റെങ്കിലും വാങ്ങിച്ച് കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ പോലെ. സോ അങ്ങനത്തെ ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അവർക്ക് തന്നെ ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് അവർ തന്നെ നമുക്ക് അതൊക്കെ പ്രിപ്പയർ ചെയ്യുക. അതായത് ചൂടാക്കിയിട്ടാണെങ്കിലും മൈക്രോവേവ് ചെയ്തിട്ടാണെങ്കിലും അവർ നമുക്കത് റെഡിയാക്കിയിട്ട് തരും. അങ്ങനെയാണ് ഈ അവിടുത്തെ ഒരു സിസ്റ്റം. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ആവോനാങ് ബീച്ചിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ആവോനാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മെയിനായിട്ടും താമസിച്ചത്, ക്രാബിയിൽ. അപ്പോൾ അവിടുത്തെ ആകെപ്പാടെ മെയിൻ ആക്സസിബിൾ ബീച്ച് എന്ന് പറഞ്ഞാൽ ആവോനാങ് ബീച്ചായിരുന്നു. വേറെ ഏതെങ്കിലും ബീച്ചിൽ പോകണമെങ്കിൽ ഒരു ഡേ ടൂർ പോലെ അതിൻ്റെ പാക്കേജ് എന്തെങ്കിലും എടുത്ത് പോകണമായിരുന്നു. ഞാൻ പിന്നെ റീൽസിൽ പറഞ്ഞ പോലെ ഞങ്ങളൊരു റിലാക്സ്ഡ് വെക്കേഷന് വേണ്ടിയാണ് പോയത്. അധികം ഒന്നും മെനക്കെടാതിരിക്കാനായിട്ട് ഞങ്ങൾ വേറെ ഒരു ബീച്ചിലും പോയില്ല ക്രാബിയിൽ. പക്ഷേ ആവോനാങ് ബീച്ചിൽ പോയി. അത് 1-2 ദിവസം മാത്രമേ പോയുള്ളൂ. അത് ഞങ്ങൾക്ക് അത്ര വലിയ ബോധ്യമൊന്നും ആയില്ല. കാരണം അത് നമ്മൾ വിചാരിക്കണ പോലത്തെ ആ ഒരു ബ്ലൂ വാട്ടേഴ്സ് ബീച്ചൊന്നും അല്ല ഇത്. അതൊക്കെ ഫിഫിയിലൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ബീച്ച് തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി വൃത്തിയുണ്ട് കേട്ടോ. കമ്പയർ ടു നമ്മുടെ ഇന്ത്യയിലുള്ള ബീച്ചസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വൃത്തിയുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഫയർ വർക്ക്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ഞാൻ റീൽസിലത് ഓടിച്ചിട്ടാണ് കാണിച്ചത്, എനിക്കറിയാം. അപ്പോൾ ഇതിൽ എന്തായാലും കുറേ കൂടി ടൈം എടുത്ത് കാണിച്ചു തരാം. കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയിട്ട് മതി. അരി കമ്മിയാ. എന്തൊരാൾക്കാരാണ് ഇരിക്കണം നോക്കിയത് കാണാനായിട്ട്. ഇപ്പോൾ കൃഷ്ണ പറഞ്ഞത് നിങ്ങൾ കേട്ട പോലെ തന്നെ എത്ര ആൾക്കാരെന്ന് പറയുക അവിടെ ഇരുന്നത് ഇതൊക്കെ കാണാനായിട്ട്. ആ മെയിനായിട്ടുള്ള ഫയർ വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു ഹാൻഡിക്യാപ്പ് പേഴ്സണാണെന്ന് തോന്നുന്നു. കാരണം അയാൾ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അതിപ്പം നമുക്ക് ഓഡിയൻസിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണോ അങ്ങനത്തെ ഒരു ട്രിക്കോ ആണോ നമുക്കറിയില്ല. പക്ഷേ എനിവേസ് ഹി വാസ് ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. നന്നായിട്ട് ചെയ്യണ്ടായിരുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ്, കാരണം ഇത്തിരി ഡ്രാഗിങ് ആണ്. പക്ഷേ ടുവേർഡ്സ് എൻഡ് കുറേയും കൂടി നന്നായിട്ട് വരുന്നുണ്ടോ, അതൊന്ന് ശ്രദ്ധിച്ച് കണ്ടു.
പിന്നീട് ഞങ്ങൾ ബീച്ചിൽ നിന്ന് ആവനാങ്ങിൽ നൈറ്റ് മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണിത്. ഈ ഒരു കുട്ടിയുടെ പെർഫോമൻസ്. ഈ ഒരു ഡാൻസ് ഫോമിന് എന്തെങ്കിലും പേരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബീച്ചിൻ്റെ വേറൊരു സൈഡിലും ഞങ്ങളിത് കണ്ടു, വേറൊരു ഗ്രൂപ്പിൻ്റെ ഫയർ വർക്ക്സ് പെർഫോമൻസ് ഒക്കെ. അപ്പോൾ കുറച്ച് നേരം അതും കണ്ടുകൊണ്ട് നിന്നായിരുന്നു ഞങ്ങൾ. I'm tired of standing. ദൂരം പോലെ അവിടുത്തെ നൈറ്റ് മാർക്കറ്റ് അത്ര സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. ഈ സൈഡിൽ കാണുന്ന പോലത്തെ കുറച്ച് സ്റ്റോഴ്സ് ഒക്കെ ഉള്ളൂ, വല്ലാണ്ട് വെറൈറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഓട്ടോറിക്ഷ പോലെ ഇരിക്കുന്ന ഒരു വെഹിക്കിളിലാണ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. കുറച്ച് വെറൈറ്റി ഡിഷസ് ഒക്കെ ഇവിടെ ട്രൈ ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗ്രിൽ ചിക്കൻ പോലത്തെ ഒരു ഡിഷും ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡേ 1 അറ്റ് ക്രാബി ഇതോടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഞങ്ങൾ സെയിം ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചു. പിന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴാണ് ഞങ്ങൾ ആവനാങ് ബീച്ചിലേക്ക് ഇറങ്ങിയത്. തലേന്ന് ഞങ്ങൾ പോയപ്പോൾ ഇത്തിരി ലേറ്റ് ഈവനിങ് ആയിരുന്നല്ലോ, അപ്പോൾ കുറച്ചും കൂടി ഡാർക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു ബ്രൈറ്റർ പാർട്ട് ഓഫ് ദ ബീച്ച് കാണാൻ പറ്റി, ആ ബ്രൈറ്റർ വേർഷൻ ഓഫ് ദ ബീച്ച് കാണാൻ പറ്റി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബീച്ചൊക്കെ നല്ല വൃത്തിയുള്ള ബീച്ചാണ് കേട്ടോ, അത് പറയാതെ വയ്യ. അത് അവിടുത്തെ എല്ലാ ബീച്ചസും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, നല്ല വൃത്തിയായിരുന്നു. ആൻഡ് സീനിക് വ്യൂ ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ ബീച്ചിൽ ബ്ലൂ വാട്ടേഴ്സ് ആയിരുന്നില്ല, നമ്മുടെ നാട്ടിലൊക്കെ പോലത്തെ ബീച്ച് തന്നെയായിരുന്നു.
സൺസെറ്റിൻ്റെ ഒരു ടൈം ലാപ്സ് ഒക്കെ എടുക്കാൻ ശ്രമിച്ചു. ആൾക്കാർ ഇങ്ങനെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് ഇത്രയൊക്കെ കിട്ടി. എന്തായാലും ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ആ ഹില്ലിൻ്റെ പുറകിലോട്ട് സൺ അങ്ങോട്ട് താഴ്ന്നു പോണ പോലെ തോന്നുന്നില്ലേ. ഇതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് ധ്രുവിന് ഏതോ ഒരു ഷെല്ലിൽ കാല് കൊണ്ടിട്ട് വേദനിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ എടുത്തുകൊണ്ട് നടക്കലായിരുന്നു കൃഷ്ണയുടെ പണി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലൊക്കെ എത്തി, ഫ്രഷനപ്പായി. പിന്നീട് വി വെൻറ്റ് ഓഫ് ടു 7-Eleven വൺസ് അഗെയിൻ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ സ്റ്റേപ്പിൾ ഫുഡ് ചീസ് ടോസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയി. അതെന്തായാലും മുടങ്ങാതെ നടന്നു. പിന്നെ സ്ട്രീറ്റ് ഫുഡിലാണ് ഞങ്ങളുടെ ഡിന്നർ ഞങ്ങൾ ചെയ്തത്. ഇത് പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് എന്ന് പറയാം. അതിൽ ചിക്കനും പ്രോൺസൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടാതെ വേറെ നല്ല നല്ല ഡിഷസ്. ഇവിടുത്തെ ഫ്രൈഡ് റൈസ്, പ്രോൺസ് ഫ്രൈഡ് റൈസ് വാസ് ദ ബെസ്റ്റ് ഫ്രൈഡ് റൈസ് ഞങ്ങൾ തായ്ലാൻഡിൽ വെച്ച് കഴിച്ചത്. പിന്നെ ഈ കരിക്കിൻ വെള്ളം, അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കരിക്കും വെള്ളമാണ്. നല്ല രസമായിരുന്നു അത്. വലിയ കരിക്കും നല്ല ടേസ്റ്റുമായിരുന്നു. ഇങ്ങനെ കുറച്ച് നല്ല ഡിഷസൊക്കെ ഞങ്ങളിവിടെ ട്രൈ ഔട്ട് ചെയ്തു. കോൾഡ് മൈലോ, ഇതും വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഒപ്പീനിയനിൽ ഞങ്ങൾ പോയി ട്രൈ ചെയ്തതാണ്. അങ്ങനെ അതും നന്നായിരുന്നു. ഹോട്ടലിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വ്യൂ കാണിക്കാനാണ് ഞാനിത് എടുത്തത്. നല്ല ടേസ്റ്റായിരുന്നു. ഫുഡിനൊക്കെ നല്ലതായിരുന്നു. നല്ല വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് ഫുഡ് മസാജസും തായ് മസാജൊക്കെ ഞങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സ്ഥലമാണ് ഇത്, ശങ്കര എന്നായിരിക്കും ചിലപ്പോൾ. അത് ക്രാബിയിൽ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഇതാണ് ഹോസെ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റിൽ ഞങ്ങൾ കണ്ടിരുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അത് ലഞ്ചിന് ഞങ്ങൾ ഇവിടെയാണ് ട്രൈ ഔട്ട് ചെയ്തത്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞാൽ മസമൻ കറി. തായ് മസമൻ കറി ഞങ്ങൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആയത് ഈ കറിയാണ്. മസമൻ കറി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആയത് ഈ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ്. ആൻഡ് ഇറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ്. അത്ര നല്ലതായിരുന്നു. ഞങ്ങൾ വേറെ പല സ്ഥലത്തുനിന്നും തായ്ലൻഡിൽ നിന്ന് മസമൻ കറി ട്രൈ ചെയ്തെങ്കിലും ഇവിടുത്തേൻ്റെ അത്രയും ടേസ്റ്റ് തോന്നിയേയില്ല. അവിടെ ഇങ്ങനെ പലയിടത്തുമായിട്ട് കുറച്ച് ചെറിയ ചെറിയ കടകളുണ്ടായിരുന്നു. ഇങ്ങനത്തെ മസാജ് ഓയിൽസ് ആൻഡ് ബാംസും സോപ്പ് അങ്ങനത്തെ, പിന്നെ ബാത്ത് ബോംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ബാത്ത് ബോമൊക്കെ മേടിച്ച് ഞങ്ങളുടെ ഹോട്ടലിലെ ബാത്ത് ടബിലൊക്കെ ഞങ്ങൾ പരീക്ഷിച്ച് നോക്കി. പിന്നെ ഞങ്ങൾ വീണ്ടും തലേന്ന് പോയ ആ സ്ട്രീറ്റ് ഫുഡ് സെൻറ്ററിലേക്കാണ് പോയത്. അവിടെ ഇങ്ങനെ കുറേ സ്റ്റോൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഏത് സ്റ്റോൾ വേണമെങ്കിലും പോയി നോക്കാം. കണ്ടില്ല ഇങ്ങനെ ഓരോരോ ഐറ്റംസിൻ്റെ ഫോട്ടോ, പേര്, എത്ര ബാട്ടാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഈ പോയേക്കണത് ഒരു സ്നാക്സിൻ്റെ ടൈമിലാണ്, വൈകുന്നേരം. പക്ഷെ ആ സമയത്തൊന്നും അത്രയ്ക്ക് ലൈവ്ലി അല്ല. രാത്രി ആകുമ്പോഴാണ് ഈ പറയുന്ന സ്ട്രീറ്റ് ഫുഡ് സെൻറ്റർ നല്ല ലൈവ്ലി ആയി മാറുന്നത്. പിന്നെ ഈ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജ്യൂസസ് ആണ്. പല തരത്തിലെ ജ്യൂസസ് ആണ്. സ്മൂത്തീസ് ആണെങ്കിലും ഇറ്റാലിയൻ സോഡാസ് ആണെങ്കിലും പല തരത്തിലാണ്. ആൻഡ് ആ വെറൈറ്റി വെറും വെറൈറ്റി ആയിട്ടല്ല, ടേസ്റ്റോടെ തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ചൂടിലാണെങ്കിൽ നമ്മളതൊക്കെ കുടിച്ചും പോവും. ഇത് ക്രാബിയിലെ സ്ട്രീറ്റ്സിൽ കൂടെ ഞങ്ങൾ രാത്രി ഒന്ന് ഇറങ്ങിയപ്പോൾ എടുത്ത ഷോർട്സാണ്. ഇത് ബ്ലാക്ക് ഡക്ക് എന്ന് പറഞ്ഞൊരു കുഞ്ഞു കടയാണ്. നല്ല കോസി ഷോപ്പ്. ഇവിടുത്തെ ലേഡി നല്ല ടേസ്റ്റുള്ള ഒരു ക്രേപ്പാണ് ഉണ്ടാക്കി തന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ ഞാൻ ജസ്റ്റ് വേഗം ടൈം ലാപ്സിലൊന്നും എടുത്തായിരുന്നു. ആ മാവ് ഈവൻലി സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള യൂസ് ചെയ്ത ഒരു ടൂൾ തന്നെ കണ്ടില്ലേ, എന്ത് രസമാണത്. പിന്നെ അത് കൂടാതെ ഈ കാണുന്ന യെല്ലോ കളറിലെ നൂഡിൽസ് പോലത്തെ സാധനം, അതിന് എഗ് നൂഡിൽസ് എന്നാണ് പറയണത്. നല്ല ടേസ്റ്റാണ് ഇതൊക്കെ. ടേസ്റ്റ് മാത്രമല്ല ക്വാണ്ടിറ്റിയും നല്ലതാണ്. ഞങ്ങൾ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്ത സമയത്ത് റൂമിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ചെക്ക് ഔട്ട് ചെയ്യണ തൊട്ട് മുമ്പ് എല്ലാം ഒന്ന് എടുത്തിട്ട് ഇറങ്ങാമെന്ന് വെച്ചു. സോ ചെക്ക് ഇൻ ചെയ്ത സമയത്ത് ഹോട്ടലിൽ തന്നെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റോപ്പായ ഫിഫിയിലേക്ക് പോകാനുള്ള ഫെറിയൊക്കെ ബുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ വെറുതെ ഞങ്ങൾക്ക് പിയറിൽ പോയിട്ട് ടിക്കറ്റ് മേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കൂടാതെ ഹോട്ടലിൽ നിന്ന് തന്നെ അവർ പിക്കപ്പും ചെയ്ത് പിയറിൽ കൊണ്ടാക്കണ ആ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെയാണ് അവർ നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്നത്.
ഇതാണ് ക്രാബിയിലെ ക്ലോങ് ജിലാത്ത് പിയർ. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫിഫിയിലേക്കുള്ള ഫെറി എടുക്കാൻ പോയത്. സോ ഇനിയുള്ള ഷോർട്സ് ഈ ഫെറി എടുത്തിട്ടും ഫിഫിയിലേക്ക് എത്തിയിട്ടുള്ളതാണ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യാം.